ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിൽ 10ാമത്തെ ചാപ്റ്ററാണ് ജന്തുവിശേഷങ്ങൾ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററോട് കൂടി 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിലെ ചാപ്റ്റർ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പാഠഭാഗത്ത് ഒരു ഇൻട്രോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു പക്ഷി നാരുപയോഗിച്ച് കൂട് വെക്കുകയാണ്. അപ്പോൾ എന്തിനാണ് കൂട് വെക്കുന്നത്? അതിന് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടിക്കുണ്ടാകുന്ന സംശയം എന്താണ്? അതിൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച മുട്ടയിട്ടാണോ കുഞ്ഞുണ്ടാവുന്നത്? അല്ല. അപ്പോൾ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. എല്ലാ ജീവികളും മുട്ടയിടുകയല്ല ചെയ്യുന്നത്. പട്ടിയും പൂച്ചയും ഒക്കെ എന്താ ചെയ്യുന്നത്? പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ മുട്ടയിടുന്നവ ഉണ്ട്, പ്രസവിക്കുന്നവയും ഉണ്ട്. മുട്ടയിടുന്നവ ആരൊക്കെയാണ്? നമുക്കറിയാം. ഉറുമ്പ് മുട്ടയിടുന്നത്, അതുപോലെ തന്നെ മയില്, തത്ത, പിന്നെ കൊതുക്, അതുപോലെ തന്നെ ആമ, ഈച്ച എന്നിവയൊക്കെ എന്താ ചെയ്യുന്നത്? മുട്ടയാണ് ഇടുന്നത് അല്ലേ? ഓക്കെ, പക്ഷികളെല്ലാം എങ്ങനെയാണ്? മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? പക്ഷികൾ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. മുട്ട വിരിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ചൂട് വേണം അല്ലേ? മുട്ട വിരിയാൻ വേണ്ടിയിട്ട് ചൂട് വേണം. ഇതിനായും പക്ഷികളെല്ലാം എന്ത് ചെയ്യാറുണ്ട്? മുട്ടയിട്ടിട്ട് അതിൽ അടയിരിക്കാറുണ്ട്. എന്നാൽ കുയിൽ എന്താ ചെയ്യുന്നത്? കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. നമുക്കറിയാം, നമ്മൾ കോഴിമുട്ടയൊക്കെ വിരിയിക്കാനോ നമ്മൾ എന്താ ചെയ്യുന്നത്? കൃത്രിമമായിട്ട് ചൂട് നൽകാറുണ്ടല്ലേ? കൃത്രിമ മാർഗങ്ങളിലൂടെയും അല്ലെങ്കിൽ കോഴി ഉപയോഗിച്ചൊക്കെയാണ് താറാവിൻ്റെ മുട്ട വിരിയിക്കുന്നത്. ഓക്കെ, പലതരം പക്ഷികളുടെയും അടയിരിപ്പ് കാലം എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. നോക്കിക്കേ, പക്ഷികളും അടയിരിപ്പ് കാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഴിയുടെ 21 ദിവസമാണ് മുട്ട വിരിയേണ്ട സമയം. അതുപോലെ തന്നെ പ്രാവിൻ്റേത് 14 ദിവസമാണ്. കുരുവിക്കും 14 ദിവസമാണ്. ഒട്ടകപ്പക്ഷിക്ക് 42 ദിവസം വേണം. ലവ് ബേർഡ്സിന് എത്രയാണ്? 22 മുതൽ 25 ദിവസം വരെ വേണം. ഓക്കെ, നമുക്കറിയാം, പക്ഷിലോകത്ത് നിരവധി കൗതുകങ്ങളുണ്ടല്ലേ? നിറം, വലിപ്പം, ആകൃതി, ആഹാരവും ആഹാര സമ്പാദന രീതിയും ഒക്കെ എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. കൊക്കിൻ്റെയും കാലിൻ്റെയും പ്രത്യേകതകൾ ഉണ്ട്. തൂവലുകളുടെ പ്രത്യേകതയുണ്ട്. പറക്കുന്ന രീതി, ശബ്ദം, കൂടുകൾ, കാണപ്പെടുന്ന സ്ഥലം എന്നിവയെല്ലാം എങ്ങനെയാണ്? വ്യത്യസ്തപ്പെട്ടതാണ്. പക്ഷി നിരീക്ഷണം എങ്ങനെ? അതിരാവിലെയും വൈകുന്നേരവുമാണ് പക്ഷി നിരീക്ഷണത്തിന് യോജിച്ച സമയം. ഒച്ചയോ അനക്കമോ ഇല്ലാതെ ദൂരെ നിന്ന് വേണം നിരീക്ഷിക്കാൻ. ഇതിന് ബൈനോക്കുലർ ഉപയോഗിക്കാം. പക്ഷികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മരക്കൊമ്പുകളിൽ തൂക്കിയിട്ട ചിരട്ടകളിൽ ഒരുക്കി വെച്ച് പക്ഷികളെ പറമ്പിലേക്ക് ആകർഷിച്ചും നിരീക്ഷിക്കാം. പക്ഷി നിരീക്ഷണം എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചിലയിനം എരണ്ടകൾ, നാഗമോഹൻ, മണൽക്കോഴി എന്നിവ നമ്മുടെ പ്രദേശങ്ങളിലെത്തുന്ന വിരുന്നുകാരാണ്. അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണിവ. കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വനം വകുപ്പിന്റെ സഹകരണത്തോടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ നാഗമോഹൻ, എരണ്ട എന്നീ പക്ഷികളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഡോക്ടർ സലീം അലി. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലേ? ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇത്? ഒരു കുരുവിയുടെ പതനം. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്. മുട്ടയിടുന്നവരുടെ ലോകം. പക്ഷികൾ മുട്ടയിട്ടാണ് വംശവർദ്ധനവ് നടത്തുന്നത്. പക്ഷികൾ മാത്രമാണ് മുട്ടയിടുന്നത്? മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളെ നോക്കിക്കേ. ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച, അതുപോലെ തന്നെ മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി, മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത്. ഇവയൊക്കെ എങ്ങനെയാണ്? മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങൾ
ഉണ്ടാകുന്നത്. എന്നാൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവ എന്താണ്? പ്രാണികളാണ്. രണ്ടാമത്തെ എന്താ? മത്സ്യങ്ങളാണ്. പിന്നത്തേത് എന്താണ്? ഉരഗങ്ങളാണ് അല്ലേ. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഈ ജീവികൾ മുട്ടയിടുന്നവയാണ്. നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പ്രാണികളെ കണ്ടു, രണ്ടാമത്തെ ഗ്രൂപ്പിൽ മത്സ്യങ്ങളെ കണ്ടു, മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഉരഗങ്ങളെ കണ്ടു. ഓക്കെ. ഉരഗങ്ങളുടെ ശരീരം എങ്ങനെയാണ്? ചർമ്മം വരണ്ടതും ശൽക്കങ്ങളുള്ളവയുമാണ്. തവള, സാലമാൻഡർ, സിസീലിയൻ എന്നിവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. തവള, സാലമാൻഡർ, സിസീലിയൻ എന്നിവ എങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് അവയെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഉഭയജീവികളെന്നാണ് വിളിക്കുന്നത്. ഓക്കെ. മുട്ടയിടുന്നവയുടെ ലോകത്തിൽ നമ്മൾ പല കൂട്ടങ്ങളെ കണ്ടു. ഏതൊക്കെയാണ്? പക്ഷികളുണ്ട്, അതുപോലെ തന്നെ പ്രാണികളുണ്ട്, പിന്നെ മത്സ്യങ്ങളുണ്ട്, ഉരഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഉഭയജീവികളെയും കണ്ടു. ഓക്കെ. ഇനി നോക്കിക്കേ, സാൽമൺ മത്സ്യത്തിന്റെ കഥ നോക്കാം. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവസ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. ഇവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. നോക്കിക്കേ, നമ്മളിനി പുതിയതായിട്ടൊരു കാര്യം പഠിക്കുകയാണ്. കോഴിമുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പക്ഷിയുടെ മുട്ട വിരിഞ്ഞാൽ അതിന് മാതൃജീവിയോട് സാദൃശ്യമുണ്ട്. എന്നാൽ തവളയുടെ മുട്ട വിരിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ കണ്ടിട്ടുണ്ട്, തവളയുടെ മുട്ട വിരിയുമ്പോൾ അത് വാലുള്ള വാൽമാക്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാതൃജീവിയുടെ സാദൃശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ രൂപാന്തരണം എന്താ നോക്കിക്കേ. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയുടെ സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നു. അതാണ് രൂപാന്തരണം. ഇവിടെ കാണിച്ചിട്ടുണ്ട് കൊതുകിന്റെ രൂപാന്തരണം, അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാണ്? മാതൃജീവിയോട് കുട്ടിക്ക് സാദൃശ്യമില്ല. വളർന്നു വരുമ്പോഴാണ് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകുന്നത്. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞു പുഴുവിനെ പോലെയാണ്. പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത്. തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവയിൽ രൂപാന്തരണം നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച. ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന. ഓക്കെ. പുതിയ ടെക്സ്റ്റിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണുന്നത്. ഓക്കെ. നമ്മൾ കാണുന്ന ഓരോ കുഞ്ഞു പുഴുക്കളും എന്താണ്? ബട്ടർഫ്ലൈ ആണ്. ഓരോ കുഞ്ഞു മുട്ട പോലും ഞാൻ ഇനി നശിപ്പിക്കില്ല. ഇവ വിരിഞ്ഞാണല്ലോ മനോഹരമായ ജീവികൾ ഉണ്ടാകുന്നത്. ഓക്കെ. ഉഭയജീവികളുടെയും ഷഡ്പദങ്ങളുടെയും വികാസഘട്ടത്തിൽ ശരീരഘടനയിലും സ്വഭാവങ്ങളിലും നിരവധി മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. മുട്ട വിരിഞ്ഞു വരുന്ന ജീവിയിൽ നിന്നാണ് ഈ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ജീവിയുടെ കലകൾ ലൈസോസോമിന്റെ പ്രവർത്തനത്താൽ നശിക്കുകയും പകരം പുതിയ കലകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പരിവർത്തനത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. പൂർണ്ണ രൂപാന്തരണവും അപൂർണ രൂപാന്തരണവും. പൂർണ്ണ രൂപാന്തരണം എന്താ നോക്കിക്കേ. പൂർണ്ണ രൂപാന്തരണത്തിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ജീവിക്ക് മാതൃജീവിയുമായി യാതൊരു സാദൃശ്യവും ഉണ്ടായിരിക്കില്ല. ഇതിനെ ലാർവ എന്ന് പറയുന്നു. ലാർവ പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പാഘട്ടം പൂർണ്ണ രൂപാന്തരണത്തിൽ മാത്രമേ കാണുകയുള്ളൂ. നോക്കിക്കേ, അപൂർണ രൂപാന്തരണം. അപൂർണ രൂപാന്തരണത്തിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് മാതൃജീവിയുമായി വളരെയധികം സാദൃശ്യം കാണപ്പെടുന്നു. ഇതിനെ നിംഫ എന്ന് പറയുന്നു. അപൂർണ രൂപാന്തരണത്തിൽ പ്യൂപ്പാഘട്ടമില്ല. ഉദാഹരണം പാറ്റ. തവളയുടെ ലാർവയായ വാൽമാക്രി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് പൂർണ്ണ വളർച്ചയെത്തുന്നു. ഇതിന് 3-4 മാസങ്ങൾ വേണ്ടിവരും. എല്ലാ ഘട്ടങ്ങളും ഇല്ലാത്തതിനാൽ തവളയുടേത് അപൂർണ രൂപാന്തരണമാണ്. എന്നാൽ ലാർവയായ വാൽമാക്രിക്ക് പൂർണ്ണ വളർച്ചയെത്തിയ തവളയുമായി യാതൊരു സാദൃശ്യവും ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. കരയിലും വെള്ളത്തിലും കൂടി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ഒരു ജീവിയാണ്
കൊതുക്. നമുക്കറിയാം കൊതുക് വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് പിന്നീട് കൂത്താടിയായിട്ട് പിന്നീടാണ് കൊതുകായിട്ട് മാറുന്നത്. അപ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് കൊതുകും എന്താണ് ഒരു ഉഭയജീവിയല്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല. കരയിലും വെള്ളത്തിലും കൂടി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടെല്ലുള്ള ജീവികളാണ് ഉഭയജീവികൾ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ശലഭവും ലാർവയും കാണിച്ചിട്ടുണ്ട്. എന്താണ് ഓരോ ശലഭത്തിന്റെയും ലാർവയുടെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അരളി ശലഭം, ഗരുഡ ശലഭം, കൃഷ്ണശലഭം, മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഓക്കിലശലഭം. നമ്മൾ കണ്ടിട്ടുള്ള പുഴുക്കളാണ് ഇവയെല്ലാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് മനോഹരമായ ബട്ടർഫ്ലൈയുടെ ലാർവയായിരുന്നു. നമ്മൾ ഇതിനെ എന്താണ് കൊന്നു കളയാറുണ്ടല്ലേ. ഇനി അങ്ങനെ ചെയ്യരുത്. ശലഭോദ്യാനം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ചില ചിത്രശലഭങ്ങളാണ് മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം മുതലായവ. ഓരോ ശലഭവും ചില പ്രത്യേക ഇനം ചെടികളിലാണ് മുട്ടയിടുന്നത്. ഇത്തരം സസ്യങ്ങൾ നട്ടുവളർത്തി നമുക്ക് ശലഭങ്ങളെ മുട്ടയിടാനായി ആകർഷിക്കാം. എരിക്ക്, കറിവേപ്പില, നാരകം എന്നിവ ഇത്തരം സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഒട്ടേറെ ശലഭങ്ങൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന മറ്റൊരു ജീവിയാണ് കടലാമ. കടലാമകൾ. കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾ വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. ഇവയെ സംരക്ഷിക്കുന്നതിന് പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വനവകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവ. പൂച്ച, മുയൽ, പശു, ആട് തുടങ്ങിയ ജീവികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. സസ്തനികൾ, മാമൽസ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ്. നോക്കിക്കേ, ഇവിടെ കണ്ടോ, സസ്തനികളുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടിയാണ് അവ വളർത്തുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. അവയുടെ പ്രത്യേകത ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ട്, ചെവിക്കുടയുണ്ട്. ഇവിടെ നോക്കിക്കേ, പറക്കുന്ന സസ്തനി. പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. ഓക്കെ, സസ്തനികളിൽ മുട്ടയിടുന്നവയുമുണ്ട്. ഏതൊക്കെയാണ്? പ്ലാറ്റിപ്പസ്, എക്കിഡ്ന. സസ്തനികൾ പൊതുവെ പ്രസവിക്കുന്നവയാണെങ്കിലും മുട്ടയിടുന്ന ചിലതും ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ഓക്കെ, മുട്ടയിട്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ചും ജീവികൾ വംശവർദ്ധനവ് നടത്തുന്നു. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി. പ്ലനേറിയ. മണ്ണിര, പ്ലനേറിയ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറും. ഇവയെന്താണ്? ഒരുതരം പരന്ന വിരയാണ്. ഇനി നോക്കിക്കേ, പ്രസവിക്കുന്ന അച്ഛൻ. മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് വലിപ്പം മാത്രമുള്ള ജീവിയാണ് കടൽക്കുതിര. പെൺകടൽക്കുതിരകൾ ഇടുന്ന മുട്ട ആൺകടൽക്കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺകടൽക്കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. സഞ്ചിമൃഗങ്ങൾ. സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ആസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത്. പ്രസവിക്കുന്ന പാമ്പ്. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പുറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവിവർഗമാണ്. വിവിധയിനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിവ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി
1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷമായി ആചരിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ആസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ലക്ഷദ്വീപുകളിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു. മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും ജന്തുക്കളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നു. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജന്തുക്കൾ ഇല്ലാതാകുകയാണ്. ജൈവവൈവിധ്യം നശിപ്പിക്കാൻ ഇടയാക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് വനനശീകരണം, വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തൽ, വിഷം കലർത്തി മീൻ പിടിക്കൽ. നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.